मछली का नाम तिलोपिया है। बोन है थोड़ा, लेकिन ज़्यादा नहीं है, अच्छा टेस्टी होता है। बाद में ज़्यादा से ज़्यादा होटल में लेके जाता है, अब क्लीन हो, ज़्यादा से ज़्यादा होटल में लेके जाता है, होटल में फुल रख के फ्राई करता है। अभी आपको कटिंग वीडियो दिखेगा कैसे क्लीन करता है। सभी जगह पे मिलते हैं, सभी जगह पे मिलते हैं। जो एरिया में समुद्र नहीं है वो एरिया में भी यही मिलते, ज़्यादा मिलते हैं। मैंने कि बोलছি मतलब माछा बालू टेस्ट आसी, जो एरिया में समुद्र नहीं आसी ये मच्छी आसी. ആ അതായത് നമ്മളെ നാട്ടിൽ കിട്ടുന്ന തിലോപ്പിയ എന്ന് പറഞ്ഞ ഫിഷാണ്. തിലോപ്പിയ എന്ന് പറഞ്ഞ ഫിഷാണ്. ഇവിടെ കർണാടകക്കാർ അധികം ജിലേബി എന്ന് പറയും. ജിലേബി എന്നല്ല പറയുന്നത്, ജലാബി എന്നാ പറയുന്നത്. ജലാബി എന്നാ പറയുന്നത്. ജിലേബിന്ന് പിന്നെ പറയാൻ സുഖത്തിന് വേണ്ടി ആക്കിയതാണ് ജലാബി എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഫിഷാണ്. ഇത് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യണം, നല്ല ടേസ്റ്റ്. ഇതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ബ്ലാക്ക് കളർ വന്നിട്ടുള്ളത്. ഈ ബ്ലാക്ക് കളറുള്ളത് റെഡ് കളറാവും. റെഡ് നമ്മളെ ചാനൽ തന്നെ ഉണ്ട്. റെഡ് കളറുള്ളത് നമ്മുടെ ചാനൽ തന്നെ ഉണ്ട്. റെഡ് വന്നാൽ നല്ല ടേസ്റ്റാവും. റെഡ് നല്ല ഫുള്ളായിട്ട് റെഡ് വരും സാധനം. അപ്പോൾ ഫുള്ളായിട്ട് റെഡ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ വാങ്ങിയിട്ട് നേരെ കൊണ്ടുപോയിട്ട് ഫ്രൈ ചെയ്തൊക്കെ ഉണ്ട്. ടേസ്റ്റ് കറി വെച്ചാൽ 5 വിഷയം ഉണ്ടാവില്ല. കറി വെക്കാൻ നിൽക്കരുത്. ഫ്രൈ ചെയ്യാൻ പറ്റിയ ഫിഷാണ്. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റായി കിട്ടും. നല്ല ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. ये इसमें इसके बारे में क्या बोलते हैं मालूम है? इसमें 2-3 वैरायटी आता है. कभी बहुत डिमांड में वाइट कलर का मिलता है. वो लैको में 1-2 पीस मिलता है वाइट कलर में, और थोड़ा रेड कलर भी मिलता है. रेड कलर भी मतलब 100% में रेड कलर और 20% रेड कलर मिलता है. 20% देख लिया तो जल्दी ले रहे हैं. 20% देख लिया तो, क्योंकि वो अच्छा टेस्टी होता था वो रेड कलर. क्या भी बोलने का नहीं, उतना अच्छा टेस्टी होता है रेड कलर. ज़्यादा से ज़्यादा नहीं मिलता. ज़्यादा से ज़्यादा ये ब्लैक कलर मिलता है. अरे ये तालाब का भी होता है, ये नदी का भी होता है. नदी का मिलेगा तो अच्छा टेस्टी होता है. नदी का मिलेगा तो നമ്മളെ കേരളക്കാർക്ക് ഇത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം കരിമീനാണോ ജിലേബിയാണോ എന്നുള്ളത്. നമ്മൾ ആലപ്പുഴ സൈഡിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഹൗസ് ബോട്ടിലൊക്കെ കയറുമ്പം നമ്മൾ അവിടുന്ന് നമുക്ക് നമ്മൾ ഫിഷിൻ്റെ മീൽസ് ഉണ്ടാവും. ഫിഷ് ഉണ്ട് പറഞ്ഞാൽ നമുക്ക് ഫിഷിൻ്റെ ഫോട്ടോ കാണിച്ചു തരും. നമുക്ക് എന്താ ഫിഷ് എന്ന് ചിലപ്പോൾ പറയില്ല. ഇങ്ങനെ കണ്ടാവും. ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് കണ്ടാൽ നമ്മൾ വിചാരിക്കുന്നത് കരിമീനാണെന്ന് വിചാരിക്കും. അപ്പോൾ എല്ലാ ഹൗസ് ബോട്ടൊന്നുമല്ല, അങ്ങനെ കിട്ടിയുള്ള ഹൗസ് ബോട്ടൊക്കെ ഉണ്ട്. ഞാനൊക്കെ പോയ ടൈമിൽ കിട്ടിയിട്ടുണ്ട്. ആളെ പേര് പറയാൻ നമുക്ക് താല്പര്യമില്ല. അപ്പം നമുക്ക് അന്ന് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു. നമുക്ക് ഫിഷിനെ പറ്റി അറിയില്ലായിരുന്നു. അപ്പോൾ കരിമീനെന്ന് പറയുന്നത് ഈ മീൻ തരും നമുക്ക്. കരിമീനാന്ന് പറഞ്ഞിട്ട് തരുന്നവരുണ്ട്, അല്ലാതെ തരുന്നവരുണ്ട്, മിണ്ടാതെ തരുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുക കരിമീനാണോ തിലാപ്പിയാണോ എന്ന് ചോദിക്കാം. രണ്ടും കൂടെ കണ്ടാൽ മനസ്സിലാവും. രണ്ടും കൂടെ കണ്ടാൽ വേഗം നമുക്ക് മനസ്സിലാവും. രണ്ടും കൂടെ കണ്ടാൽ മനസ്സിലാവുന്നത് കണ്ടാ. ഇത് കരിമീൻ, ഇത് തിലാപ്പിയ. കരിമീൻ്റെ ഇവിടെ ഒരു കാക്കപ്പുള്ളി ഉണ്ടാവും. കരിമീൻ്റെ ഇവിടെ കാക്കപ്പുള്ളി കണ്ട, കാക്കപ്പുള്ളി പോലെ പുള്ളി ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ചുണ്ട് ഏകദേശം നല്ല കൂർത്ത് ഇങ്ങനെ വന്നിട്ട് കണ്ട നല്ല കൂർപ്പുണ്ട്, നല്ല ഷേപ്പുണ്ട് ചുണ്ടിൻ്റെ. വായൻ്റെ നല്ല ഷേപ്പുണ്ട്, നല്ല കൂർത്ത് വന്നിട്ടുണ്ടാവും. ഈ ജിലേബിൻ്റെ ചുണ്ടാകുമ്പോൾ ഇതാ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കണ്ട. ജിലേബിൻ്റെ ചുണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും. ഒന്ന് നല്ല കൂർത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഭയങ്കര ദേശത്ത് കണ്ട, ഇത് ദേഷ്യം പിടിച്ച് നിൽക്കുന്നവരുണ്ടാവും ഈ കരിമീൻ്റെ മുഖം നോക്കിയാൽ. മറ്റേത് ഏകദേശം ഒരു ഓക്കെയാണ് മറ്റേത്. അപ്പോൾ ഇതിങ്ങനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ സ്കിൻ ഇത് കണ്ട, ഇതിങ്ങനെ ഈ ലൈനുണ്ടാവും. ഇതിങ്ങനെ ലൈനുണ്ടാവും. ഈ ലൈനുള്ളതാണ് കരിമീൻ. പെട്ടെന്ന് മനസ്സിലാവും നമുക്ക്. അതിനൊക്കെ മനസ്സിലാവും. പക്ഷേ അത് ക്ലീൻ ചെയ്താൽ നമുക്ക് വേഗം മനസ്സിലാവുന്നില്ല. അപ്പോൾ ഹെഡ് വെച്ച് കട്ട് ചെയ്താൽ നമുക്ക് വേഗം മനസ്സിലാവും. നമുക്ക് ടേസ്റ്റ് വേഗം നമുക്ക് ഐഡിയയിലൊക്കെ വേഗം മനസ്സിലാവും ടേസ്റ്റും എന്താണെന്നുള്ളത്. കരിമീനാണോ തിലാപ്പിയാണോ എന്നുള്ളതൊക്കെ. അപ്പോൾ അത് നോക്കിയിട്ട് ഓർഡർ ചെയ്താൽ മതി. इसमें क्या बोलते हैं, इसमें 2 आता है. इसमें ये കരിമീൻ में